ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും അവരുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന തിരക്കിലാണ്. ഈ സാഹചര്യത്തിൽ ഇന്ന് വിവിധ പാർട്ടികളിലെ ആയിരക്കണക്കിന് നേതാക്കളും പ്രവർത്തകരും സമാജ്വാദി പാർട്ടിയിൽ ചേർന്നു. സമാജ്വാദി പാർട്ടിയുടെ സംഘടന താഴെത്തട്ടിൽ നിന്നും കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള എസ്.പിയുടെ വലിയ വിജയമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ജയന്ത് ചൗധരിയുടെ രാഷ്ട്രീയ ലോക്ദളിന്റെയും ബഹുജൻ സമാജ് പാർട്ടിയുടെയും ജെ.ഡി.യുവിന്റെയും നേതാക്കൾ മാത്രമല്ല മറ്റു പല രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ സമാജ്വാദി പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ്. വിവിധ പാർട്ടികളുടെ ആയിരക്കണക്കിന് നേതാക്കളാണ് ഇന്ന് എസ്.പി ഓഫീസിലെത്തി എസ്.പിയുടെ സൈക്കിൾ ചവിട്ടിയത്. ഭാരതീയ ജനതാ പാർട്ടിയിലെ ഡോക്ടർ സീതാ രാജ്പുത്തും ബി.ജെ.പി വിട്ട് എസ്.പിയിൽ ചേർന്നു. ഇവരെ കൂടാതെ രാഷ്ട്രീയ ലോക്ദളിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ലതേഷ് ബിദുരിയും ജയന്ത് ചൗധരിയെ ഉപേക്ഷിച്ച് അഖിലേഷ് യാദവിനൊപ്പം ചേർന്നു. ബി.എസ്.പി വിട്ട പർവേസ് ആലം, ഇലിസ് അൻസാരി എന്നിവരും എസ്.പിയിൽ ചേർന്നിരിക്കുകയാണ്. മുൻ എം.എൽ.എയും ജെ.ഡി.യു നേതാവുമായ സുബേഷ് ചന്ദ്ര ശ്രീവാസ്തവ, ബി.എസ്.പി വിട്ട തിലക് ചന്ദ്ര വർമ്മ, ഔറയിൽ നിന്നുള്ള മുൻ എം.എൽ.എ മദൻ ഗൗതം, അന്തരിച്ച ഭാൻചന്ദ്ര യാദവിന്റെ മകൻ സുബോധ് യാദവ് എന്നിവരും ഇന്ന് എസ്.പിയിൽ ചേർന്നിരിക്കുകയാണ്. ഈ നേതാക്കൾ വരുന്നതോടെ താഴെത്തട്ടിൽ നിന്നും എസ്.പി കൂടുതൽ ശക്തമാകും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മറ്റു പാർട്ടികളിലെ നിരവധി പ്രമുഖ നേതാക്കളെ എസ്.പിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അടുത്തിടെ അസംഘട്ടിലെ മുതിർന്ന മുസ്ലിം നേതാവും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെ ബി.എസ്.പി സ്ഥാനാർത്ഥിയുമായ ഗുഡ്ഡു ജമാലിയും ഗാസിപ്പൂരിലെ ബി.എസ്.പി എം.പിയുമായ അഫ്സൽ അൻസാരിയും എസ്.പിയിൽ ചേർന്നു കഴിഞ്ഞു. അവരുടെ വരവിന് ശേഷം പൂർവാഞ്ചലിൽ എസ്.പിക്ക് ശക്തമായ പിന്തുണ ലഭിക്കുമെന്ന് ഉറപ്പായി. ഈ പ്രദേശത്ത് മുസ്ലിങ്ങൾ ധാരാളമായി താമസിക്കുന്നുണ്ട്. വിവിധ പാർട്ടികളിൽ നിന്ന് വന്നവരായതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും സമാജ്വാദി ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു കാലത്ത് യു.പി ഭരിച്ച പാർട്ടിയാണ് എസ്.പി. പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിജയം ഇന്ത്യ സഖ്യത്തിന് ലഭിക്കാൻ ഇത് കാരണമാകും. ഗുജറാത്ത് പോലെ ബാലികേറ മലയായി കൊണ്ടുനടക്കാൻ നോക്കുന്ന യു.പിയിൽ ബി.ജെ.പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടിയാണ് കാത്തിരിക്കുന്നത്.